അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തമ്പനയില് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഏതാഗ്രഹവും നടന്നു കിട്ടും. അത് നമ്മൾ ആത്മാർത്ഥതയോട് കൂടി പടച്ചവനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ചെല്ലുകയാണ് എങ്കിൽ നമ്മുടെ ഏതാഗ്രഹവും ഈ ഒരു ഒറ്റ അമല് കൊണ്ട് നടന്നു കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഒറ്റ അമല് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങുന്നതാണ്. ഈ ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ എപ്പോഴും കമൻ്റ് ഇടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാക്കാൻ അതിനുള്ള പൈസ ഇല്ല, അത് എവിടെ നിന്ന് ഉണ്ടാക്കണം എന്ന് പോലും അറിയില്ല. ഒരാൾ പൈസ തരാമെന്ന് പറഞ്ഞു, പക്ഷെ സമയമായപ്പോൾ അതിന് എന്തോ മുടക്കം സംഭവിച്ചു, അത് കിട്ടിയില്ല. അങ്ങനെ വീട് പണി പാതി വഴിയിൽ നിൽക്കുകയാണ്. റമളാന് മുമ്പെയായിട്ട് അതിനൊരു തീരുമാനമാകണമെന്നായിരുന്നു അവർ കമൻ്റ് ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെല്ലാൻ അവരെ ഏൽപ്പിച്ചു. ഇൻഷാ അള്ളാ അവരുടെ വീട് പണി ഇപ്പോൾ പൂർത്തിയാകാൻ കുറച്ച് പണിയും കൂടിയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള പൈസ അവർക്ക് കിട്ടിയിരിക്കുന്നു. അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു ദുആയാണിത്. നമ്മൾ ആത്മാർത്ഥതയോട് കൂടി ചെല്ലുകയാണെങ്കിൽ, അള്ളാഹുവിനെ മുൻനിർത്തി ചെല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമുക്കത് ലഭിക്കും. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. നമ്മളിപ്പം ചിന്തിക്കും, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല. പടച്ചവൻ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തരുന്നത്? പക്ഷെ എൻ്റെ അയൽവാസി അവൻ നമസ്കരിക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അവന് നല്ല വീടുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, എല്ലാം നല്ല സമാധാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതെന്താ എനിക്ക് മാത്രം പടച്ചവൻ തരാത്തേ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലേ? അതിനുള്ള കാരണം ഈ സമ്പത്ത് കൊടുത്തവനെ അവന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇതെല്ലാം കൊടുത്ത് അള്ളാഹു അവനെ പരീക്ഷിക്കുകയാണ്. അവൻ ഇതെല്ലാം കൊണ്ട് ഈ സമ്പത്തൊക്കെ എങ്ങനെ അവൻ ഉപയോഗിക്കുന്നു, അവൻ ഇതെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അവന് മറ്റുള്ളവരെ സഹായിച്ചാണോ അല്ലെങ്കിൽ ദൂർത്തടിച്ചാണോ, എങ്ങനെയാണ് അവൻ ഇത് ഉപയോഗിക്കുന്നത് എന്ന് അള്ളാഹു അവനെ പരീക്ഷിക്കുകയാണ്. നമ്മൾക്കിത് തരാതിരുന്നത് അള്ളാഹുവിനൊരു കാരണമുണ്ട്. അത്രയും പണം കൊടുത്ത അവനും ഒന്നും തരാത്ത നമ്മൾക്കും അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ തന്നത്. അള്ളാഹുവിന്റെ പക്കൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണും. അതാണ് അവൻ അങ്ങനെ ചെയ്തത്. നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ഇൻഷാ അള്ളാ നമുക്കും അതുപോലെ ഒരു ദിവസം വരും. നമ്മളെല്ലാവരും പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എനിക്ക് ഇങ്ങനെ തന്നത്. അവന് മാറ്റാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല. ദുആ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, സലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുക. ഇൻഷാ അള്ളാ നമ്മുടെ എന്ത് പ്രയാസമായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആല അത് എത്രയും പെട്ടെന്ന് മാറ്റി തരുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ എന്ത് ആഗ്രഹവും എന്ത് ആവശ്യവും അള്ളാഹു സുബ്ഹാനഹു തആല നടത്തിത്തരും. ഇനി വീട് പണിയായിക്കോട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, കടം, ലോണ്, എന്തുമായിക്കോട്ടെ, അതെല്ലാം വീട് കിട്ടുന്നതാണ്. മനസ്സിലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി. ഞാൻ ഇത് ചെയ്യാൻ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. ഇന്ന് ചെല്ലി എനിക്ക് പിറ്റേന്ന് സാധിക്കണമെന്ന് വാശി പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ഇന്ന് ചെല്ലി, എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചെല്ലുക. അങ്ങനെ നമുക്ക് കിട്ടുന്നിടം വരെ നമ്മൾ അള്ളാഹുവിലോട്ട് ദുആ ചെയ്ത് സലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുത്ത് അവനിലേക്ക് പോകണം. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖജനാവ് നമ്മളിലേക്ക് തുറക്കും. അവൻ്റെ അത്ഭുതങ്ങൾ നമ്മളിലേക്ക് തുറന്നു തരും. അതുകൊണ്ട് കുറച്ച് ക്ഷമയോട് കൂടി കാത്തിരിക്കുക. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ 1111 പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് ഷഅബാൻ 15 മുന്നേ ആയിട്ട് നിങ്ങൾ നിയത്ത് വെക്കുക. 1111 പ്രാവശ്യം ഞാൻ ഇബ്രാഹിമിയ സലാത്ത് ചെല്ലാം. ഷഅബാൻ 15 മുന്നേ ഞാൻ ഇത് ചെല്ലി തീർത്തേക്കാം എന്ന് നിയത്ത് വെക്കുക. എൻ്റെ ഇന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണം എന്നും പറഞ്ഞാണ് നിയത്ത് വെക്കേണ്ടത്. ഇൻഷാ അള്ളാ ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക.
1111 പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് നിയത്ത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടത്തി തരിക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും ഇത് ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.